ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ എക്സ് മൈനസ് 3 ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഓൾ ക്യൂബ്. ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ എഴുതട്ടെ. ഇ റേസ് ടു എക്സ് ഇൻറ്റു പിന്നെ വന്നിരിക്കുന്നത് എന്താണ്? എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഓൾ ക്യൂബ് ഡി എക്സ് ആണ്. ഓർഡർ മാറ്റിയെന്ന് വെച്ച് കുഴപ്പമില്ലല്ലോ. ഇത് യു ഇൻറ്റു വി ആണെങ്കിലും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഭയങ്കര ലെങ്തിയാണ്. അത് ഉപയോഗിക്കാതെ നമ്മൾ പഠിച്ചൊരു റിസൾട്ട് ഉപയോഗിക്കാൻ നോക്കുകയാണ്. ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ്, അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. അത് ഉപയോഗിക്കാൻ നോക്കുകയാണ്. അതിനുവേണ്ടി ഇതിനെ 2 ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെ മനസ്സിലായി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ഒരു നമ്പറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ എക്സ് മൈനസ് 3യും ഇവിടെ എക്സ് മൈനസ് 1ഉം. ആ പുറത്തുള്ള സ്ക്വയറും ക്യൂബും നമ്മൾ നോക്കുന്നില്ല. ഇവിടെ എക്സ് മൈനസ് 3യും ഇവിടെ എക്സ് മൈനസ് 1ഉം. അവ തമ്മിലൊരു നമ്പറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ വന്നാൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 3നെ നമുക്കൊരു കാര്യം ചെയ്താലോ. എക്സ് മൈനസ് 3നെ നമുക്ക് എക്സ് മൈനസ് 1 മൈനസ് 2 എന്ന് എഴുതാം. എക്സ് മൈനസ് 1 മൈനസ് 2 ചെയ്താൽ എക്സ് മൈനസ് 3 ആവുമല്ലോ. താഴെ എക്സ് മൈനസ് 1 ഓൾ ക്യൂബും വരും ഡി എക്സ്. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇതെങ്ങനെ 2 ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്? എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഓൾ ക്യൂബ്. അത് പെട്ടെന്നൊന്ന് പറയാമോ? എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഓൾ ക്യൂബ് എന്ന് പറയുമ്പോൾ ഒരു എക്സ് മൈനസ് 1 വെട്ടിപ്പോയിട്ട് 1 ബൈ എക്സ് മൈനസ് 1 ഓൾ സ്ക്വയർ കിട്ടും. പിന്നെ മൈനസ് 2 ബൈ എക്സ് മൈനസ് 1 ഓൾ ക്യൂബ്, മൈനസ് 2 ബൈ എക്സ് മൈനസ് 1 ഓൾ ക്യൂബ്, ഇങ്ങനെ വരും ഡി എക്സ്. ഈ മൈനസിനെ ഞാൻ പ്ലസ് മൈനസ് എന്നാക്കാമല്ലോ. ഈ മൈനസിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് മൈനസ് എന്നാക്കിയാലും തെറ്റൊന്നുമില്ല. പ്ലസ് മൈനസ് മൈനസ് തന്നെ വരുള്ളൂ. ഒരാൾ എഫ് ഓഫ് എക്സ് മറ്റേ ആൾ എഫ് ഡാഷ് എക്സും ആണ്. ഇത് എഫ് ഓഫ് എക്സ്, ഇത് എഫ് ഡാഷ് എക്സ്. പക്ഷെ നമ്മളത് ഉറപ്പ് വരുത്തണം അങ്ങനെ തന്നെയില്ലേന്ന്. അതിന് വേണ്ടി നമ്മളിവിടെ സൈഡിലായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ ആളുടെ ഡെറിവേറ്റീവ് തന്നെയല്ലേ രണ്ടാമത്തെ ആൾ. ഇവിടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് മൈനസ് 1 ഓൾ സ്ക്വയർ ചെയ്താൽ മറ്റേ ആൾ കിട്ടോ? മൈനസ് 2 ബൈ എക്സ് മൈനസ് 1 ഓൾ ക്യൂബ് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തണം. ഇത് കോഷ്യൻ്റ് റൂൾ ഉപയോഗിക്കാം. ഓൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കണമെന്ന് മാത്രം. അതല്ലെങ്കിൽ കോഷ്യൻ്റ് റൂൾ ഉപയോഗിക്കണമെങ്കിൽ ചെയ്തോ, നോ പ്രോബ്ലം. എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ. യു എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ, വി എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ. യു ഡാഷ് എന്ന് പറഞ്ഞാൽ 1 ഡാഷ് ഇൻറ്റു എക്സ് മൈനസ് 1 ഓൾ സ്ക്വയർ മൈനസ് യു ഡാഷ് വി ആയിട്ടുണ്ട് മൈനസ് യു ഇൻറ്റു വി ഡാഷ് എക്സ് മൈനസ് 1 ഓൾ സ്ക്വയർ ഡാഷ്. ശരിയായില്ലേ നോക്കിയേ? യു ഡാഷ് വി മൈനസ് യു വി ഡാഷ് ബൈ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1 സ്ക്വയർ ഓൾ സ്ക്വയർ. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഇവിടെ 1 ഡാഷ് 0 ആയതുകൊണ്ട് 0 ഇൻറ്റു എക്സ് മൈനസ് 1 ഓൾ സ്ക്വയർ വരും. 0 ഇൻറ്റു സംതിങ് വിൽ ബി 0, അത് എഴുതുന്നില്ല. മൈനസ് സൈൻ ഉണ്ട് അടുത്തതിൽ. എക്സ് മൈനസ് 1 ഓൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x എന്നല്ലേ നമ്മൾ എഴുതുന്നത്? അതേപോലെ എക്സ് മൈനസ് 1 ഓൾ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് എഴുതും. സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവാണ് ഞാൻ 2 ഇൻറ്റു എന്ന് പറഞ്ഞ് എഴുതിയത്. ഇപ്പോൾ ആ സ്ക്വയർ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എക്സ് മൈനസ് 1 ഉണ്ട്. ആ എക്സ് മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അതൊക്കെ അറിയാലോ. താഴെ എക്സ് മൈനസ് 1 ഓൾ റേസ്റ്റ് 4 വരും.
കാരണം ഓൾ സ്ക്വയർ എന്ന് വരുമ്പോൾ 2 × 2 4 ആവും. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കൂടിയും ഒരു x-1 വെട്ടിപ്പോവും. മുകളിലും താഴെ ഒരു x-1 വെട്ടിപ്പോയാൽ -2 / x-1 ഓൾ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ ആൾ f(x) ആവുമ്പോൾ രണ്ടാമത്തെ ആൾ f' ആവുന്നുണ്ട്. അതല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത് -2 / x-1 ഓൾ ക്യൂബ്. ഇത് f(x)ഉം ഇത് f'(x)ഉം. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഈ കാൽക്കുലേഷൻ ഇവിടെ സൈഡിൽ ഒരു ഭാഗത്ത് എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഉറപ്പ് വരുത്താണ്. അപ്പോൾ നമ്മൾ ആൻസർ e⁻x f(x), അതായത് e⁻x × 1/(x-1) ഹോൾ സ്ക്വയർ പ്ലസ് c, ഇതാണ് ആൻസർ.